ജില്ലയിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവിലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം, ആരെ പേരും എഴുതാം, ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ NSS ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ, NSS ജനറൽ സെക്രട്ടറി എന്തെങ്കിലും ഒരു ട്രോൾ ഉണ്ടാക്കുക, ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക, അത് പ്രചരിപ്പിക്കുക, അത് നായന്മാർ, ഞാൻ മുമ്പും പറഞ്ഞു, അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. അതൊന്നും കാര്യം നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളെക്കുറിച്ച്, ഏതൊരു വ്യക്തിയെക്കുറിച്ചും. മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല, അദ്ദേഹം അഴിമതിക്കാരനല്ല, സത്യസന്ധനാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മന്നച്ചാചാര്യൻ്റെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ, അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെ, ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് ഇത്രയും നായർ സർവീസ് സൊസൈറ്റിയെ, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ, സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത്രയ്ക്കും അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ സമുദായത്തെ സ്നേഹിക്കുന്നത്, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിക്ക് നാണക്കേടുണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല.